വണ്ടൂർ ബ്യൂട്ടി മാർക്കിന്റെ 1ാം ആനിവേഴ്സറി സെലിബ്രേഷനോടനുബന്ധിച്ച് ഒട്ടനവധി ഓഫറുകൾ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ആകർഷകമായ സമ്മാനങ്ങൾ വേറെയും. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നടന്ന അതിക്രൂര റാഗിംഗിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗ് വണ്ടൂരിൽ പ്രകടനം നടത്തി. SFIക്ക് മാപ്പില്ല എന്ന മുദ്രാവാക്യമുയർത്തിയായിരുന്നു പ്രതിഷേധം. ആക്രമണം അയച്ചുവിടുന്ന ക്രൂരമായി റാഗ് ചെയ്ത ഇല്ലാതാക്കാൻ നോക്കിയ SFIയുടെ തമ്മാടികളെ ക്യാമ്പസിനകത്തെ ഡ്രാക്കുളകളെ നിങ്ങൾക്കെതിരെ ഉയരുന്നു മുസ്ലിം ലീഗിൻ പ്രതിഷേധം ഈ നാടിൻ അപമാനം വാക്കും കേട്ടി ക്യാമ്പസുകളെ അക്രമങ്ങൾ അയച്ചുവിടുന്നു SFIയുടെ നിർവാചികളെ SFIയുടെ ചെറ്റകളെ പലമാറികളെ നിങ്ങൾക്കെതിരെ ഉയരുന്നു ഈ നാടിൻ പ്രതിഷേധം നാട്ടിലിറങ്ങും വന്യമൃഗങ്ങൾ ക്യാമ്പസിനകത്തെ SFIയോ സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ക്രൂരപീഡനത്തിൽ അറസ്റ്റിലായ പ്രതികളിലൊരാൾ വണ്ടൂർ സ്വദേശിയാണ്. നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ഇടതാനുകൂല സംഘടനയായ KGSNAയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും SFI മുൻ വണ്ടൂർ ലോക്കൽ സെക്രട്ടറിയുമായ രാഹുൽ രാജ് ഉൾപ്പെടെയുള്ള പ്രതികൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ ഉണ്ടാവണമെന്ന് മുസ്ലിം ലീഗ് വണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷൈജൽ എടപ്പറ്റ ആവശ്യപ്പെട്ടു. പ്രതിഷേധ പ്രകടനമാണ് ഇവിടെ സമാപിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കുറച്ച് മാസങ്ങളായി കോട്ടയത്തെ നഴ്സിംഗ് കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതിക്രൂരമായ റാഗിങ്ങിന്റെ പേരിലുള്ള പീഡനത്തിനെതിരെയുള്ള പ്രതിഷേധ പ്രകടനമാണ് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ നിറനായാട്ടിന് അക്രമത്തിന് വിധേയമായിക്കൊണ്ട് അവിടുത്തെ 1ാം വർഷ വിദ്യാർത്ഥിക്കെതിരെ ആ ക്യാമ്പസിലെ അവിടെ ഹോസ്റ്റലിൽ പഠിക്കുന്ന ബോയ്സ് ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾ അവിടുത്തെ 1ാം വർഷ വിദ്യാർത്ഥിയെ കട്ടിലിൽ കെട്ടിയിട്ടുകൊണ്ട് കോമ്പസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കത്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാരകായുധങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ദേഹമാകെ വരഞ്ഞു മുറിയാക്കിക്കൊണ്ട് അതിലേക്ക് ലോഷനൊഴിച്ചുകൊണ്ട് ആ വിദ്യാർത്ഥി വേദന കൊണ്ട് പുളകമാകുമ്പോൾ ആ പ്രയാസം കണ്ടുകൊണ്ട്
ആനന്ദ നൃത്തമാടുന്ന തരത്തിലേക്ക് ക്യാമ്പസുകളിലെ SFI ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ലഹരിക്കടിമപ്പെട്ടുകൊണ്ട്, അതുപോലെ തന്നെ മദ്യത്തിനടിമപ്പെട്ടുകൊണ്ട് ആ ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികളെ ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ട് ആ പീഡന വിവരം പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വീണ്ടും ആക്രമിക്കുമെന്ന പേടി കൊണ്ട് കഴിഞ്ഞ 3 മാസക്കാലമായി ഈ വിദ്യാർത്ഥികൾ പ്രയാസപ്പെട്ടുകൊണ്ട് ആ ക്യാമ്പസുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും ഇതുപോലെ സമാനമായ രീതിയിൽ SFIയുടെ നേതാക്കന്മാരുടെ നേതൃത്വത്തിലുള്ള ഈ സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറെ ഖേദകരമെന്ന് പറയട്ടെ, ഈ അക്രമ സംഭവത്തിന് നേതൃത്വം നൽകിയ 6 SFIയുടെ നേതാക്കന്മാരിൽ പ്രധാനികളായിക്കൊണ്ട് രണ്ടാമത്തെ പ്രതിയായിക്കൊണ്ട് വണ്ടൂരിലെ SFIയുടെ നേതാവാണ്. ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി, ഇവിടുത്തെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി, ഇന്ന് ഗവൺമെന്റ് കോളേജ് നഴ്സിംഗ് അസോസിയേഷൻ യൂണിയന്റെ SFIയുടെ നേതൃത്വത്തിലുള്ള യൂണിയന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിക്കൊണ്ടുള്ള ഒരു വ്യക്തിയാണ് ഈ നരനായാട്ടിന് കൂട്ടുനിന്നിട്ടുള്ളത്, നേതൃത്വം നൽകിയിട്ടുള്ളത്. വണ്ടൂരിനെ സംബന്ധിച്ചിടത്തോളം വണ്ടൂർ എന്ന നാടിന് ഏറെ അപമാനപരമായിക്കൊണ്ട്, ഏറെ ഞങ്ങൾ അദ്ദേഹത്തെ ഈ നാട് പുച്ഛമായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള SFIയുടെ നരനായാട്ടിനെതിരെ വരും കാലങ്ങളിൽ ക്യാമ്പസുകളിലും അതുപോലെ തന്നെ പഞ്ചായത്ത് തലങ്ങളിലുമൊക്കെ ശക്തമായ സമരപരിപാടിയുമായി മുസ്ലിം ലീഗും വിദ്യാർത്ഥി ഫെഡറേഷനും അതുപോലെ തന്നെ യൂത്ത് ലീഗും ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ജയ് മുസ്ലിം ലീഗ്. പ്രകടനത്തിന് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി MK നാസർ, MT അലി നൌഷാദ്, P അയ്യൂബ് ഖാൻ, CT അസൈന, ജിഷാദ് കോക്കാടൻ, CT ചെറി, M ഹനീഫ, P നിഹാൽ, P നജാദ്, M സുന്ദരൻ, K ഷഹസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.